ആ ചോരത്തിളപ്പിൻ്റെ കാലമായിരുന്നു. ഭീകരമായിട്ടുള്ള കൂട്ടുകാരുമായിട്ടൊക്കെ കമ്പനിയായി. ഓൾറെഡി എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംഭവം, ഒരു ക്രിമിനൽ മെൻറ്റാലിറ്റി ഉണ്ടെന്നാണ് എനിക്ക് തോന്നണം. അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ആകാൻ പറ്റില്ലല്ലോ. എൻ്റെ പേര് ബാബു, വീട് വൈറ്റില കണിയാമ്പുഴ. എൻ്റെ പേരിൽ നിലവിൽ ഒരു 3 കുത്ത് കേസ്, പിന്നെ ഒരു മർഡർ കേസിൽ ഞാൻ ഇൻവോൾവ് ആയിട്ടുണ്ട്. പിന്നെ നിരവധി അടിപിടി കേസുകളുണ്ട്. അത് ചെറുതും വലുതും ഒക്കെ ആയിട്ട് അങ്ങനെ നിരവധി ഉണ്ട്. അത് കോടതിയിൽ ഫേസ് ചെയ്തത് ഒരു 10-22 കേസുകളും ഉണ്ടായിരുന്നു. അതെല്ലാം കുറേയൊക്കെ ഒത്തുതീർപ്പായി, കുറേയൊക്കെ കോടതിയിൽ തന്നെ തീർപ്പായി, കുറേ പോലീസ് സ്റ്റേഷനിലും പുറത്തുമൊക്കെ ആയിട്ട് അതങ്ങനെ തീരും. ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ കണ്ടക്കടവ് കണ്ടക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ പുത്തൻതോട് ഗവൺമെൻറ് സ്കൂളിൽ, ഹൈസ്കൂളിൽ 10ാം ക്ലാസ് വരെ പഠിച്ച് അവിടെ നിന്ന് പാസ്സായതിന് ശേഷമാണ് ഈ വൈറ്റിലയിലോട്ട് വന്നത്. വൈറ്റില എരൂര് എൻ്റെ വല്യമ്മച്ചി, അമ്മച്ചിയുടെ ചേച്ചിയുടെ വീടായിരുന്നത്. അവിടെ നിന്നത് കാരണം എനിക്ക് എൻ്റെ തുടർ പഠനമൊക്കെ അതോടുകൂടി ബ്രേക്കായി. പിന്നീടുള്ള എൻ്റെ ആ ഒരു ചെറുപ്പ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചോരത്തിളപ്പിൻ്റെ കാലമായിരുന്നു. അതിൽ സംഭവിച്ച കുറേ കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരു പേര് വരാനുള്ള ഒരു കാരണം ഉണ്ടായത്. 1990-91 കാലഘട്ടത്തിൽ ഞാൻ വൈറ്റിലയിലോട്ട് എത്തി. വല്യമ്മച്ചി നമ്മുടെ ജീവിതത്തിൽ നിന്ന് നടന്നു പോയ സമയത്താണ് ഏകാന്തതയുടെ തീവ്രത അറിയണത്. അപ്പോഴേക്കും എൻ്റെ ശരിക്കും ഫാദറും മദറും ഒക്കെ മരിച്ച് മണ്ണടിഞ്ഞ്. പിന്നെ എനിക്ക് എൻ്റെ സ്വന്തക്കാരും ബന്ധുക്കാരും എന്നെ അറിയുന്ന ആൾക്കാരൊക്കെ ഞാനൊരു അറിയപ്പെടുന്ന ഒരു വലിയൊരു ഭീകരവാദീനെ പോലെ കൊണ്ടുപോയിട്ടൊക്കെയാണ് പിന്നെ സ്വന്തക്കാർ വരെ നമ്മളെ കാണുന്നത്. ആ സമയത്ത് ആരുടെയും വീട്ടിൽ പോയി നിൽക്കാൻ, അല്ലെങ്കിൽ അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നിർത്താൻ ആർക്കും ധൈര്യമൊന്നുമില്ലായിരുന്നു. ആരും വന്ന് നിൽക്കുകയൊന്നുമില്ലായിരുന്നു. ഈ ഒറ്റപ്പെടലിൻ്റെ ആ ഒരു കുറേ തീവ്രത അനുഭവിച്ചപ്പോഴാണ് എനിക്കൊരു കല്യാണം ജീവിതത്തിൽ അത്യാവശ്യമാണെന്ന് എനിക്ക് തന്നെ തോന്നണ ഒരു സമയം വന്ന്. അപ്പം ഒന്ന് കെട്ടണമെന്ന് നോക്കിയിട്ട് കുറേ ബ്രോക്കർമാർ വഴി പലരും വഴിയായിട്ട് പെണ്ണ് കാണാൻ വേണ്ടി ചെല്ലും. പക്ഷേ ഒരു അന്വേഷണം വരാൻ നേരത്ത് ആ കല്യാണം ചീറ്റിപ്പോവും. ലാസ്റ്റ് ഒരു പെണ്ണ് കാണൽ ചടങ്ങിന് ചെന്നപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് ആലപ്പുഴയുള്ള പ്രസാദ്, അവൻ വഴിയായിട്ട് ഞാനൊരു പെണ്ണ് പോയി കണ്ടപ്പോൾ ആ പെണ്ണ് കണ്ട സമയത്ത് ഞാൻ ആ പെണ്ണിനോട് സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ എൻ്റെ യഥാർത്ഥ ജീവിതം ഇങ്ങനെയാണ്, പക്ഷേ എൻ്റെ ഒരു പിന്നിൽ ഒരു കഥയുണ്ട്, ആ കഥ അറിഞ്ഞിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ മതിയെന്ന് ഞാൻ ഈ പെണ്ണിനോട് പറഞ്ഞു. അങ്ങനെ ആ കല്യാണം എൻഗേജ്മെൻറ്റ് വരെ എത്തി. കല്യാണം നിശ്ചയിച്ച് ഇവർ എല്ലാം ഓക്കെ ഞാൻ അവർക്ക് വാക്ക് കൊടുത്ത് ഇനി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ അതിക്ക് മുമ്പ് തന്നെ ഇതിൽ നിന്നൊക്കെ കുറേ പതിയെ മാറി അങ്ങനെ കമ്പനിയൊക്കെ വിട്ട്. അപ്പോഴാണ് ജീവിതത്തിൻ്റെ വേറൊരു ലെവലിലോട്ട് വന്നത്. അതായത് ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഒരു വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുന്നത്. ആ പ്രശ്നത്തിൽ ഇടപെടാൻ വേണ്ടി എന്നെ വിളിച്ച് ഞാൻ അവിടെ ചെല്ലണ സമയത്ത് അതിൽ പ്രശ്ന പരിഹാരത്തിൻ്റെ ഇടയിൽ അവർ 1-2 വാക്കുകളൊക്കെ ഈ എതിർ കക്ഷികൾ പറഞ്ഞപ്പം അത് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞാൻ ഇത്തിരി ഓവറായിട്ട് അവരായിട്ട് ഇടപെട്ട സമയത്ത് ഇതിൻ്റെ ഇടയിൽ അതിൽ ഒരുത്തൻ എന്നെ പുറകിൽ നിന്ന് കത്തിയെടുത്ത് കുത്തി. ഫസ്റ്റ് എൻ്റെ കയ്യെത്താത്ത സ്ഥലത്തിട്ട് ആണ് കത്തി കയറുന്നത്. കുത്തുകൊണ്ട് കുറേ നേരം ഞാൻ അറിയാതെ നിന്ന്. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ അബോധാവസ്ഥയിലോട്ടായി. അതായത് ശ്വാസകോശത്തിൻ്റെ ബ്ലാഡർ പൊട്ടി അത് തുളഞ്ഞാൽ പോയത്. പിന്നെ അവിടെ നിന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മെഡിക്കൽ ട്രസ്റ്റിൽ, പല ഹോസ്പിറ്റലിലും കൊണ്ടുപോയി ലാസ്റ്റ് മെഡിക്കൽ ട്രസ്റ്റിൽ അഡ്മിറ്റ് ചെയ്ത സമയത്ത് അവർ പറഞ്ഞ് ആൾ രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണ്. കാര്യം ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്താലാണ് അത് പ്രതീക്ഷയൊന്നുമില്ലെന്ന് പറഞ്ഞു. കാര്യം ശ്വാസകോശം തുളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്വസിക്കുന്ന ബ്രീത്തെല്ലാം പുറത്തോട്ടാണ് പോണത്. അപ്പം ഇങ്ങനെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് കിടക്കുന്ന സമയത്ത് പെണ്ണിൻ്റെ വീട്ടുകാർ അവിടെ ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ആ ഡോക്ടറുടെ ഈ വാക്കും കൂടി കേട്ട് കഴിഞ്ഞപ്പോൾ അവർ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറണാണ്. അപ്പോൾ ഈ കുത്തുകൊണ്ട് സീരിയസ് ആയി കിടക്കുന്ന എനിക്ക് കുത്തുകൊണ്ടതിലും അന്നുണ്ടായ സംഭവത്തിലും പിന്നീടുള്ള ഇതിലും അല്ല, ഈ കല്യാണം മുടങ്ങിപ്പോയതിൻ്റെ വിഷമം ഭയങ്കര ഇതായി. അപ്പോൾ ജീവിതം പിന്നെയും വേറൊരു ഇതിലോട്ട് പോകണേന്. പിന്നെ ഞാൻ കുറേ നാളിങ്ങനെ ഒറ്റക്ക് പണിക്കൊന്നും പോകാൻ പറ്റാത്ത രീതിയിൽ വീട്ടിലിരിക്കുന്ന സമയത്താണ് പതിയെ ജോലി ചെയ്താലേ ജീവിക്കാൻ പറ്റുമെന്നുള്ള അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ പതിയെ ജോലി ചെയ്തു തുടങ്ങിയ സമയത്താണ് ഇപ്പോൾ ഉള്ള വൈഫ് ബിജി മോള് എൻ്റെ ജീവിതത്തിലോട്ട് കടന്നു തന്നെ. അപ്പോഴാണ്
ഇങ്ങനെ ഞാനൊരു ഇഷ്ടം നേരത്തെ ഇവളോട് പറഞ്ഞിട്ട് ആ സമയത്ത് നമ്മൾ അംഗീകരിച്ചിട്ടില്ല. നമുക്ക് വേണ്ടി ദൈവം വിധിച്ച് ഒരാളെ വെച്ചിട്ടുണ്ടെന്നുള്ളതിന് ഏറ്റവും തെളിവ് പറഞ്ഞത്. അങ്ങനെയാണ് പിന്നെ എന്നോട് സിമ്പതി തോന്നിയിട്ട് എൻ്റെ വൈഫ് എൻ്റെ ജീവിതത്തിലോട്ട് പിന്നെ എന്നോട് അടുക്കാൻ തുടങ്ങണം. അങ്ങനെയാണ് അന്നിപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇത്ര വർഷമായിട്ടും ഞങ്ങളുടെ ജീവിതത്തിൽ പറയത്തക്ക യാതൊരുവിധ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ 2 മക്കളുണ്ട്. നല്ല കുടുംബം നല്ല രീതിയിൽ ഭംഗിയായിട്ട് പോകുന്നത്. ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ചെറിയ കഥയെന്ന് പറയാനായിട്ടുള്ളത്.